ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ. അത് രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ? ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത് 2 ആണ്. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണോ അതിൻ്റെ എക്സ്പോണൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം, സൈനിനകത്തോ കോസിനകത്തോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനകത്തൊക്കെ ഫംഗ്ഷൻ dy/dx വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അഥവാ ഫ്രാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇതൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം, ഓർഡർ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതിൻ്റെ എക്സ്പോണൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ d²/ds² പവർ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി 1 വരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആൻസറാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ അല്ലേ? അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചായിരുന്നത്. dy/dx എന്ന് പറഞ്ഞ ഏതാ മക്കളെ? 1 + y² 1 + s². അപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്ത് ചെയ്യണം? ഡിവൈയുടെ അടുത്തേക്ക് എപ്പോഴും നമ്മൾ എന്താണ് വൈയുടെ ടൈമിലേക്ക് കൊണ്ടുവരാം, ഡി എക്സിൻ്റെ അടുത്തേക്ക് എപ്പോഴും എക്സിൻ്റെ ടൈം കാണണം. കാരണം വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ഇതാണ് എം ഡി എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എൻ ഡി വൈ ആയിരിക്കണം. എം എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനും എൻ എന്ന് പറയുന്നത് ഡി വൈയുടെ ഫംഗ്ഷനും ആയിരിക്കും. അതായത് ഡി എക്സ് എല്ലാം ഒരു സ്ഥലത്തും ഡി വൈ എല്ലാം ഒരു സ്ഥലത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ 1 + y² ഡി വൈയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും നോക്കിയേ? ആദ്യം ഡി വൈ, ഈ ഡി എക്സിന് നമുക്ക് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 + y² / 1 + s² ഇൻറ്റു ഡി എക്സ് വരും. നേരെ ഈ ഡി എക്സിനെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നേരെ ഇങ്ങോട്ട് മാറ്റി നമ്മൾ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏതാണ് നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്നത്? വൈയുടെ അടുത്ത് ഡി വൈയുടെ അടുത്തേ വൈ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഈ 1 + y² ഇവിടെ വേണോ? അതിന് നേരെ നമ്മൾ ഇതിൻ്റെ ഡി വൈയുടെ താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു, dy/1 + y², ഇവിടെ dx/1 + s². ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇൻ്റഗ്രലും കൊടുക്കാം, വേറെ സ്റ്റെപ്പിൻ്റെ ഒരു ആവശ്യമില്ല. ഇതെന്താ? tan ഇൻവേഴ്സ് y അല്ലേ? 1/1 + s² tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ഇത് tan ഇൻവേഴ്സ് ഓഫ് y വരും ഈക്വൽ ടു ഇതെന്ത് വരും? tan ഇൻവേഴ്സ് ഓഫ് x വരും പ്ലസ് c വരും. അപ്പോൾ നമ്മുടെ ആൻസർ tan ഇൻവേഴ്സ് y ഈക്വൽ ടു tan ഇൻവേഴ്സ് x പ്ലസ് c ആണ്. ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് 13th ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ടെസ്റ്റിലൊന്നും ഇല്ലാത്ത ഒരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ വർഷം ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. ഇവിടെ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഏതിലാണെന്ന് കണ്ടുപിടിക്കണം. വെറുതെ സോൾവ് എന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഡി വൈയുടെ ടൈമിനെ ഒന്ന് അവിടെ നിർത്താം, അല്ലെങ്കിൽ നമ്മൾ ഈ നെഗറ്റീവ് വരുന്നതിനെ അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മക്കളെ? s² dx ഈക്വൽ ടു ഇത് നെഗറ്റീവ് ആണ്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ആ ഫംഗ്ഷൻ ഫുള്ള് പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? s³ + y³ ഇൻറ്റു ഡി വൈ എന്ന് കിട്ടും. അപ്പം നെഗറ്റീവ് ഫംഗ്ഷൻ പ്ലസ് ഇട്ട് കിടക്കുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ നെഗറ്റീവിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ഫംഗ്ഷൻ എന്തായി മാറും? പോസിറ്റീവായി മാറും. ഇനി നമുക്ക് എന്താ വേണ്ട? dy/dx അല്ലേ? അപ്പോൾ നമ്മൾ ഡി വൈയുടെ താഴേക്ക് ഡി എക്സിനെ ഒന്ന് മാറ്റി, അതായത് ഈ ഡി എക്സിനെ ഡി വൈയുടെ താഴേക്ക് മാറ്റി. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഇവിടെ എന്ത് കിടപ്പുണ്ട്? s³ + y³ അങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതാം, ഒരു സ്റ്റെപ്പോടെ എഴുതാം. അപ്പോൾ ഇവിടെ ഈ ഡി എക്സ് ഡി വൈയുടെ താഴേക്ക് പോയി. അപ്പോൾ ബാലൻസ് ഇവിടെ എന്നാ ഉള്ളത്? s²y ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാ? ഈ dy/dx അല്ലേ? ആ dy/dxനെ നമ്മൾ വട്ടോട്ട് അവിടെ ഒന്ന് നിർത്തണം. dy/dxനെ അവിടെ നിർത്തി കഴിയുമ്പോൾ എന്ത് വരും നോക്കി? dy/dxനെ അവിടെ നിർത്തി ഇത് നേരെ s²y താഴേക്ക് പോകും, ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പോൾ s²y / s³ + y³ പോകും. അപ്പോൾ ഇത് ഏത് ഫംഗ്ഷനാണ്? f1xy + f2xy ആണ്. ഹോമോജീനിയസ് ഫംഗ്ഷനാണ് അല്ലേ? ഹോമോജീനിയസ് ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഒരു പ്ലസ് ഇട്ട് s³ y³ s² + y² s + y ഒക്കെ എപ്പോൾ കണ്ടാലും അത് ഹോമോജീനിയസ് ആണെന്ന് തിരിച്ചറിഞ്ഞോളാം. അങ്ങനെ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് y ഈക്വൽ ടു എന്ത് കൊടുക്കണം? vx കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും മക്കളെ? dy/dx എന്ന് പറഞ്ഞാൽ vxനെ പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. v ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 + x ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് dv/dx വരും.
ഇനി നമ്മൾ ഇതെല്ലാം വാല്യൂ എല്ലാം ഈ ഇക്വേഷനിലേക്ക് കൊടുത്ത് നമ്മുടെ ആൻസർ ആയി. വളരെ സിമ്പിളാണ്. അപ്പോൾ dy/dxന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കാം? v പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് കൊടുത്തു. അതായത് ഈ dy/dxന്റെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു ഈ s² അങ്ങനെ തന്നെ എഴുതി. നമ്മൾ വൈയുടെ വാല്യൂ ആണ് വി എക്സ് കൊടുത്തേക്കണം. അപ്പോൾ അത് വി എക്സ് കൊടുത്തു. ഡിവൈഡഡ് ബൈ ഈ s³ അങ്ങനെ തന്നെ എഴുതി. പ്ലസ് ഈ വൈയുടെ സ്ഥാനത്ത് ഏത് കൊടുത്തു? വി എക്സ് കൊടുത്തു. അപ്പം നമുക്കിവിടെ വാല്യൂ എന്തായി? v³ s³ ആയി. കാരണം y³ എന്ന് പറഞ്ഞാൽ ഇവിടെ y വി എക്സ് ആണ്. അപ്പോൾ y³ എന്ന് പറഞ്ഞാൽ എന്താ? വിക്കും ക്യൂബ് കൊടുക്കണം, എക്സിനും ക്യൂബ് കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ഉള്ളിടത്തുനിന്ന് ക്യാൻസൽ ചെയ്ത് എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായി മക്കളെ? v പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ആയി. അപ്പോൾ ഇവിടെ x² എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി? s³ വൈയുടെ പകരം s³ വി ആയി. ഇനി ഡിവൈഡഡ് ബൈ താഴെ വരുന്ന ഒരു s³ ദെൻ ഇവിടെ v³ s³ ഉണ്ട്. അപ്പോൾ രണ്ടിനകത്തും കോമൺ ഉള്ളത് നമുക്ക് എടുക്കാൻ പാടില്ലേ? അപ്പോൾ ഇവിടെ രണ്ടിനകത്ത് ഏതാ കോമൺ? അപ്പോൾ മുകളിലൊരു s³ വി ഉണ്ട്, താഴെ ഇതിനകത്ത് രണ്ടിനകത്തും s³ കോമൺ ആണ്. ഈ s³ ഈ s³ അവിടെ കോമൺ ആണ്. അപ്പോൾ ആ s³ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഇവിടെ 1 വരും, ഇത് v³ വരും. നമുക്ക് ഈ s³ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കണ v പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ആണ്. ഇനി നമ്മൾ ആരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം? ഈ വിയെ നമ്മൾ ഇക്വേഷൻ്റെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ എഴുതുക v ഡിവൈഡഡ് ബൈ ബാലൻസ് 1 പ്ലസ് v³. ഈ വിയെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി v പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. ഈ വിയെ നമ്മൾ ഇതിന് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ വി എപ്പുറത്തേക്ക് മാറി കഴിയുമ്പോൾ നെഗറ്റീവ് ആകും അല്ലേ? നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഈ വി ബൈ 1 പ്ലസ് v³ അങ്ങനെ തന്നെ വരും. ഈ വി ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് വി കിട്ടും. ഇനി അതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ആരെ അവിടെ നിർത്തണം? എക്സ് ഡി വി ബൈ ഡി എക്സിനെ നമ്മൾ അവിടെ നിർത്തി. ഇതിനെ LC കൊടുക്കുമ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ലെന്ന് നോക്കിയേ. അപ്പോൾ വി ഓൾറെഡി അവിടെ ഉണ്ട്, മൈനസ് വി ഇൻറ്റു 1 പ്ലസ് v³ വരും. താഴെ ആ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ 1 പ്ലസ് v³ അവിടെ അങ്ങനെ തന്നെ വരും. ഇതിനെ ഒന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. വി അങ്ങനെ തന്നെ എഴുതി. മൈനസ് വി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് വി. ഈ മൈനസും പോസിറ്റീവും കൂടെ കൂടുമ്പോൾ നെഗറ്റീവ്. വി ഇൻറ്റു v³ എന്ന് പറയുമ്പോൾ v⁴ ഡിവൈഡഡ് ബൈ 1 പ്ലസ് v³ വരും. ഈ വിയും മൈനസ് വിയും പോസിറ്റീവും നെഗറ്റീവും വെട്ടിപ്പോകുമല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ കിട്ടും? മൈനസ് v⁴ വരും. താഴെ 1 പ്ലസ് v³ വരും. ഇനി ഇവിടെ നമുക്കറിയാം, ഇവിടെ ഡി എക്സിൻ്റെ അടുത്ത് ഇവിടെ എക്സ് നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ എക്സ് ഡി വി ബൈ ഡി എക്സ് ആണ്. അവിടെ ആരെ വേണ്ട? ഈ ഡി വിയെ നമുക്ക് അവിടെ വേണോ? വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആരെ അവിടെ നിരണം? ഈ ഡി വിയെ നമ്മൾ ഇതിൻ്റെ നേരെ താഴേക്ക് വിടണം. അപ്പോൾ എക്സ് ഡി എക്സിനെ അവിടെ എഴുതണം. ആ സ്റ്റെപ്പ് മതി അവിടെ. ഈ ഡി വി എവിടെ വരും? ഇതിൻ്റെ താഴെ ഡി വി നേരെ താഴെ വരും. ഇനി ഡി എക്സും ഡി വൈയും താഴെയല്ല ഡിനോമിനേറ്റർ അടങ്ങണം. അപ്പോൾ രണ്ടും ഒരേ സമയം നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എങ്ങനെ വരും? ഡി എക്സ് ബൈ എക്സ് വരും. ഇവിടെ 1 പ്ലസ് v³ ഡി വി ഡിവൈഡഡ് ബൈ മൈനസ് v⁴ വരും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ആ രണ്ടും ഒരേ സമയം റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ നമുക്ക് എന്നാ വരും? ഡി എക്സ് ബൈ എക്സ് ആയി. ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മൈനസ് 1 പ്ലസ് v³ ബൈ v⁴ ഡി വി ആയി. ഒരേ സമയം തന്നെ ഒരു സ്റ്റെപ്പ് മതി. രണ്ടും റെസിപ്രോക്കൽ എടുക്കുക, ഇൻ്റഗ്രൽ സൈനും കൊടുക്കുക. അപ്പം നമുക്ക് ഈ v⁴ എടുക്കുന്ന നെഗറ്റീവ് ഇവിടെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇത് 2-3 ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവിനെ നമ്മൾ ഇപ്പുറത്തേക്ക് വിട്ടാൽ ഒറ്റയ്ക്ക് ആ ഫംഗ്ഷൻ അവിടെ നെഗറ്റീവ് നിന്നുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് 2 ടേം വരുമ്പോൾ അതിനെ ഓരോന്നിനെയും നെഗറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ നെഗറ്റീവ് ഇവിടെ എഴുതിയാലും അവിടെ എഴുതിയാലും കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് ഡി എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എന്ത് എഴുതണം? നമ്മൾ പഠിച്ചാൽ a ഡിവൈഡഡ് ബൈ 2, അതായത് ഇൻ്റഗ്രൽ 1 ബൈ v⁴. ദെൻ അടുത്ത എന്ത് വരും? പ്ലസ് v³ ഡിവൈഡഡ് ബൈ v⁴ ഡി വി ആയി. ഈ തന്നേക്കണ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ എന്താണ്? a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ a ഡിവൈഡഡ് ബൈ 2 പ്ലസ് b ഡിവൈഡഡ് ബൈ 2 കൊടുത്തു. അപ്പോൾ നമ്മൾ മൈനസ് അവിടെ നിർത്തി. ഈ ഡി എക്സ് ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്നാ മക്കളെ? ലോഗ് എക്സ് എഴുതി. ഇനി ഇവിടെ നോക്കാം, ഡിനോമിനേറ്റർ ഏതൊരു ഫംഗ്ഷൻ തന്നാലും അതിനെ ന്യൂമറേറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ എന്താവും? പോസിറ്റീവ് നെഗറ്റീവ് ആവും, ഡി വി ആയി. ഇനി ഇത് നോക്കുക, ഇത് v³ v⁴ ആണ്. ഇത് 3 എണ്ണം ഉണ്ട്, ഇത് 4 എണ്ണം ഉണ്ട്. അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ എന്ത് വരും? ബി വരും.
അപ്പോൾ അവിടെ 1/dv/v ആയിരിക്കും നമുക്ക് അടുത്തത് കിട്ടും. അപ്പം എല്ലാം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനായി അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുക ഇവിടെ നമുക്ക് -log x വരും. അതങ്ങനെ തന്നെ എഴുതി. v⁻⁻⁴ ഇൻ്റഗ്രൽ v⁻−3/−3 വരും. കാരണം എന്താ, ഒരു പവർ കൂടണം. -4 ഒന്നോടെ കൂട്ടിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -3. ഇനി അതങ്ങനെ തന്നെ എഴുതി. ഇനി പ്ലസ് dv/v എന്ന് പറഞ്ഞാൽ log v അല്ലേ. അപ്പം അത് log v എഴുതി. log v + c ആയി നമ്മൾ ആൻസർ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, പിക്ക് പകരം yx കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എഴുതുക -log x ആയി. ദെൻ അടുത്ത ഈക്വൽ ടു കൊടുത്തു. v എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിട്ടുണ്ട് y = vx ആണ്. അപ്പം v എന്ന് പറഞ്ഞാൽ y/x ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വിയുടെ സ്ഥാനത്ത് ഏത് കൊടുക്കണം, y/x കൊടുത്തു. ദ ഹോൾ ക്യൂബ് ബൈ -3 ആയി. ഇവിടെ log വിക്ക് പകരം y/x കൊടുത്തു +c ആയി. +c കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇത് നെഗറ്റീവ് ആണല്ലോ, അതിനെ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അല്ലെങ്കിൽ ഇതിനെ അപ്പുറത്തേക്ക് ഉണ്ടാവും. ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫിക്കേഷൻ നടത്താം. ഇതിനെല്ലാം നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടു. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് മതി കേട്ടോ. -log x അങ്ങനെ തന്നെ എഴുതി. ഇത് മൈനസ് ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3. 1/3 അങ്ങനെ തന്നെ വരും. y³ എന്ന് പറയുന്നത് y/x ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ y-ക്കും ക്യൂബ് കൊടുത്തു, x-നും ക്യൂബ് കൊടുത്തു. y³ s³ ആയി. ഇത് നമ്മൾ log y/x + c ആയി. ഇനി വേണമെങ്കിൽ ഈ -log x-നെ നമ്മൾ അപ്പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോയി എഴുതാം. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കായി. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് ചോദിച്ച ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ s² + 1dy/dx + 2xy = √s² + 4. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏതാണ്, ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താ മക്കളെ, dy/dx + py = q. നമ്മൾ അറിയാം dy/dx + py = q ആണെങ്കിൽ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്, dy/dxന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആവണം. അത് 1 അല്ലെങ്കിൽ നമ്മൾ ഏതാണോ നമ്പർ തന്നേക്കണേ അതുകൊണ്ട് ത്രൂ ഔട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് അത് 1 ആക്കണം. ഇവിടെ 1 ആണോ, അല്ല. കാരണം ഏതാണ്, ഇവിടെ തന്നേക്കണ നമ്പർ s² + 1 ആണ്. അപ്പോൾ നമ്മൾ s² ഡിവൈഡ് ത്രൂ ഔട്ട് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, s² + 1 കൊണ്ട് രണ്ടും ലെഫ്റ്റും റൈറ്റും ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും നോക്കിയേ. ഇവിടെ s² + 1 × dy/dx. ഇതിനെ ഡിവൈഡ് ചെയ്തു, s² + 1 എഴുതി. ഇനി അടുത്ത് 2xy / s² + 1. അടുത്ത് റൈറ്റിലും എഴുതി s² + 4 / s² + 1 ഡിവൈഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണ്. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പണി ചെയ്തത്. അപ്പോൾ dy/dxന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആവണം. അപ്പോൾ ജനറൽ ഫോമിലായില്ലേ നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ dy/dx = +2xy / s² + 1. ഇവിടെ √s² + 4 / s² + 1 ആയി. അപ്പോൾ നമ്മുടെ ജനറൽ ഫോമായി dy/dx + py = qi. ഇനി നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലേ. അതിന് നമ്മൾ പി എഴുതണം. പി എന്ന് പറഞ്ഞാൽ ഏതാ, ഈ എക്സ് ഈ ക്വസ്റ്റിനകത്ത് py എന്നല്ലേ പറഞ്ഞേക്കണം നോക്കി. അപ്പോൾ y ഒഴിച്ച് ബാലൻസ് ഉള്ളത്. അപ്പോൾ 2x / s² + 1. ഇനി q എന്ന് പറഞ്ഞാൽ എന്താണ്, py = q അല്ലേ. അപ്പോൾ q = √s² + 4 / s² + 1 ആയി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e∫pdx. ഇപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണ 2x / 1 + s² ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ മക്കളെ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e∫pdx അല്ലേ. ∫pdx ആണ്. അപ്പോൾ പി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പി അവിടെ കൊടുത്തു. e∫ പി എന്ന് പറഞ്ഞാൽ ഏതാ, 2x/1 + s² അല്ലേ. അപ്പോൾ 2x/1 + s² dx ആയി. നമുക്കറിയാം എപ്പോഴും ഇൻ്റഗ്രേഷനകത്ത് ഇതിനേക്കാൾ s² ഡിനോമിനേറ്ററിനേക്കാൾ ഒരു പവർ കുറവാണെങ്കിൽ അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, t = ഏത് കൊടുത്താൽ മതി, 1 + s². അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് dt എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 0 ആയി പോവും. s²ൻ്റെ ഡെറിവേറ്റീവ് 2x dx ആവും. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് എന്ത് വരും, ഈ 2x-നും dx-നും പകരം നമ്മൾ ഏത് കൊടുക്കണം, dt കൊടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു e∫
ഡി ടി ഡിവൈഡഡ് ബൈ നമ്മൾ എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ടി ഈക്വൽ ടു 1 പ്ലസ് എസ് സ്ക്വയറിനാണ്. അപ്പം ഈ 2x-നും dx-നും പകരം നമ്മൾ ഡി ടി കൊടുത്തു. ഇനി ആർക്കാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് 1 പ്ലസ് എസ് സ്ക്വയറിനല്ലേ. അപ്പം അവിടെ എന്ത് കൊടുക്കണം ടി കൊടുക്കണം. അപ്പം നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു ഇ റേസ് ടു ലോഗ് ടി എന്നായി. കാരണം ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞ എന്താ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ആണ്. അപ്പം ഡി ടി ബൈ ടി എന്ന് പറഞ്ഞ എന്താ ലോഗ് ടി. ഇനി നമുക്കറിയാം ഇയുടെ പവർ എപ്പോൾ ലോഗ് വന്നാലും അത് ക്യാൻസൽ ആയി പോകും. കാരണം ബേസും നമ്പറും ഒന്നായതുകൊണ്ട്. അപ്പം ആൻസർ ഈസ് ടി വരും. കാരണം ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് എക്സ് ആണ് നമ്മുടെ ആൻസർ. അപ്പം നമുക്ക് ടി കിട്ടി. ഇനി ടി എന്ന് പറഞ്ഞാൽ എന്താ 1 പ്ലസ് എസ് സ്ക്വയർ അല്ലേ. ആ വാല്യൂ ടിക്ക് അവിടെ കൊടുത്തു. ഇപ്പം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായി. ഇനി നമ്മുടെ ജനറൽ സൊല്യൂഷൻ എഴുതണം. ജനറൽ സൊല്യൂഷൻ പി വൈ ആണ്. അപ്പോൾ വൈ തുടങ്ങണം. വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് ആണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷനകത്തേക്ക് വാല്യൂ എടുക്കണം. അപ്പോൾ നമ്മൾ വൈ കൊടുത്തു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എസ് സ്ക്വയർ ആയി. 1 പ്ലസ് എസ് സ്ക്വയർ വന്നു. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. അതങ്ങനെ തന്നെ കൊടുത്തു. ഇവിടെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് എസ് സ്ക്വയർ ഉണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയത് ഓൾറെഡി 1 പ്ലസ് എസ് സ്ക്വയർ ആണ്. അതും അവിടെ കൊടുത്തു. നമ്മുടെ വാല്യൂ കൊടുത്തു ഇൻറ്റു ഡി എക്സ് ആയി. നമ്മൾ എന്താ ചെയ്തത് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എസ് സ്ക്വയർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഏതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1 പ്ലസ് എസ് സ്ക്വയർ. അപ്പം ഇത് രണ്ടും എന്തായി പോയി ക്യാൻസൽ ആയി പോയി. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടും ഇൻ്റഗ്രൽ ബാലൻസ് എന്താ ഉള്ളത് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സ് ആണ് ഉള്ളത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസറായി. ഇനി നമ്മൾ ഇൻ്റഗ്രൽ ഇപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ നിങ്ങളുടെ വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എസ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സ് ആയി. അപ്പം ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം നമ്മൾ ഈ ഫോർമുലയിൽ ആദ്യം ഒന്ന് മാറ്റണം. ഇൻ്റഗ്രൽ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഡി എക്സ് എന്നാക്കണം. കാരണം 4നെ നമ്മൾ എന്താക്കി മാറ്റണം ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആക്കി. ഇത് നമ്മൾ പഠിച്ച ഇൻ്റഗ്രേഷൻ്റെ ഒരു ഫോർമുലയാണ്. ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല എന്നാ ഇൻ്റഗ്രൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടംമാതിരി പഠിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മുടെ ഫോർമുല x/2 അങ്ങനെ തന്നെ എഴുതണം. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണം. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എഴുതണം പ്ലസ് പിന്നെ ഈ എ സ്ക്വയർ ബൈ 2 അങ്ങനെ തന്നെ വരും. പിന്നെ ഏതാണ് വരുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഈ വരും. അപ്പം ഈ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ ഒരു ഫോർമുല നമുക്ക് എങ്ങനെ ഇതിനകത്ത് കൊടുക്കാമെന്ന് നോക്കിയേ. ഇപ്പം എങ്ങനെ എഴുതിയെന്ന് നോക്കിയേ x/2 പിന്നെ ഈ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ x/2 പിന്നെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എ പോസിറ്റീവ് ആയതുകൊണ്ട് എ സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഏതാ ഫോർമുല പഠിച്ചേക്കണേ ലോഗ് മോഡ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ പഠിച്ചേക്കണേ. ആ ഫോർമുല കൊടുത്തു അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കി ഇൻ്റഗ്രൽ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പം ഇത് ഈ ഫോർമുലയിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും നോക്കിയേ ദാറ്റ് ഈസ് ഈക്വൽ ടു x/2 ക്വസ്റ്റ്യൻ അങ്ങനെ എക്സ് ഡിവൈഡഡ് ബൈ 2 പിന്നെ ഈ ക്വസ്റ്റ്യൻ ചുമ്മാ ഇവിടെ തന്നെ എഴുതുക റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പിന്നെ ഈ എ എന്ന് പറഞ്ഞാൽ അവിടെ 2 അല്ലേ. അപ്പം ഇതിൻ്റെ ഈ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കണ്ടോ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പിന്നെ ലോഗ് മോഡ് നമ്മൾ ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോർമുല ഏതാ പഠിച്ചേക്കണേ ലോഗ് മോഡ് എക്സ് പ്ലസ് പിന്നെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് ഇ ആയി. ഇതാണ് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. x/2 അങ്ങനെ തന്നെ എഴുതി പിന്നെ ഇതിനെ നമുക്ക് എഴുതാം എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് കൊടുക്കാം. 2 സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 4/2 വരും എഴുതി. ഇവിടെ ലോഗ് മോഡ് ഇതിനൊന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ എഴുതാം ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് ഇ ആയി. ഇനി ഈ 2 കൂടെ 4 കൂടെ വെട്ടിപ്പോവും 2 ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്നാ വരും നോക്കിയാൽ മക്കളെ x/2 വരും റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 വരും പ്ലസ് 2 വരും ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിന് വേണമെങ്കിൽ ആ സ്റ്റെപ്പിൽ 4 എഴുതാം പ്ലസ് ഇ ആയി നമ്മുടെ ആൻസറായി. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ അങ്ങനെ തന്നെ വരും. ഇവിടെ വേണമെങ്കിൽ ഒന്നുകൂടി ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എഴുതാം കേട്ടോ y ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ കിട്ടി.
അപ്പോൾ നമ്മളിതൊന്ന് ചെയ്ത് പഠിക്കുക. ഇതിനകത്ത് ലെവൽ 1 വീഡിയോയിൽ √s² + a² ഫോർമുല നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഫോർമുല പല നമ്പർ പ്രോബ്ലം ഉണ്ട്, അത് നന്നായിട്ട് നോക്കി ഒന്ന് ചെയ്ത് പഠിക്കാം. എപ്പോഴും ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്താൽ മതി, ഈ x/2 എല്ലാ ഫോർമുലയ്ക്കും സെയിം ആണ്. പിന്നെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ, ഈ a² / 2 പിന്നെ dx/s² + a² നമ്മൾ ഏത് ഫോർമുലയെ പഠിച്ചേ നോക്കണം. ആ ഫോർമുല ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് കയറി വരും. അപ്പോൾ നമ്മൾ നമ്പറിലേക്ക് വരുമ്പോൾ എന്ത് വരും? x/2 പിന്നെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പ്ലസ് ഈ 2² / 2 log mod x പ്ലസ് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. x/2 അങ്ങനെ തന്നെ എഴുതി, 2² നമുക്ക് വേണമെങ്കിൽ 4 എന്ന് എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 2² / 2 എന്ന് പറഞ്ഞാൽ 4/2 log mod s² + 2² ആയി. ആൻസർ ആയി. ക്ലിയർ ആയല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. ശരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ റൂള് സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്തു പോവുക. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ആ റൂൾസും സ്റ്റെപ്സ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കറക്റ്റ് ആൻസറിലേക്ക് വന്നോളും. ഇപ്പോൾ ടെൻഷനൊന്നും അടിക്കാതെ നമ്മൾ കറക്റ്റായിട്ട് പതുക്കെ സാവകാശം അത് ചെയ്തു വരിക.